ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പഴംപൊരി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒരു 2 സ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 വലിയ സ്പൂൺ എടുക്കുകയാണെങ്കിൽ 2 ചെറിയ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. കുറച്ച് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരി തയ്യാറാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസുകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ലൂസ് ആവുകയും ചെയ്ത് അതേപോലെ ടൈറ്റ് ആവുകയും, രണ്ടും കൂടെ അതിൻ്റെ നടുക്കുള്ളൊരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈവനിങ്ങിൽ കുട്ടികളൊക്കെ വരുന്ന ടൈമിലേക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചൊരു 3 മണിയൊക്കെ ആകുമ്പം അല്ലെങ്കിൽ ഒരു 2:30 ആകുമ്പം നിങ്ങൾക്ക് മാവ് ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാവ് നമ്മളെ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയിലാക്കി മാറ്റാം. നല്ല കളറൊക്കെ വേണമെങ്കിൽ കളർ ചേർക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മാവിന് കുറച്ചൊരു ലൈറ്റ് യെല്ലോ കളറ് കിട്ടും. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പും കൂടിയാണ് കേട്ടോ. നമ്മളെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മളെ മാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ പഴം കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് തൊലി ഇങ്ങനെ കറുത്തിട്ടുള്ള 2 പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നടു കട്ട് ചെയ്തതിനെ വീണ്ടും 3ആയിട്ട് സ്ലൈസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ വീണ്ടും അതിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ ഇത് ചെറിയ പഴംപൊരിയാണ് കേട്ടോ. നിങ്ങൾക്ക് നീളത്ത് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ 3 പീസാക്കി മാറ്റണം. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി അടച്ചു വെച്ചിരുന്ന മാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ കടലപ്പൊടിയൊന്നുമില്ല തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ വിചാരിക്കുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയൊക്കെ കിട്ടും. നമ്മളെ ഹെൽത്തി പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ അപ്പക്കാരൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ പഴം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പഴംപൊരി ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസുകളായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ നല്ല ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് നമ്മളെ പഴംപൊരി തിരിച്ചും മറിച്ചും ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ പഴംപൊരി ഒരു സൈഡ് റെഡി ആകുമ്പോൾ മറ്റേ ഭാഗം നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് വേണമെങ്കിൽ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെ വെളിച്ചെണ്ണ അതിനകത്തേക്ക് പിടിക്കുകയൊന്നുമില്ല കേട്ടോ. കൂടുതൽ വെളിച്ചെണ്ണയൊന്നും ആവില്ല. നല്ലൊരു പഴംപൊരി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ പഴംപൊരി ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് ഗൗരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ പഴംപൊരിയും നമുക്ക് പൊരിച്ചെടുത്തിട്ട് വരാം കേട്ടോ.
അപ്പോൾ നമ്മൾ ചൂട് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കട്ടനം കൂട്ടിയിട്ട് നമുക്ക് അടിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.